അപ്പൊ എന്തായാലും മോന്റെ സോറി, ആ സോറി മോനെ എടുത്ത് മടക്കി വെച്ച് കേട്ടാ കുറുവാവ കുട്ട. അപ്പം സിജോയോട് ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് പറയില്ല. സിജോ മാപ്പ് പറയില്ല. നീ അത് ആഗ്രഹിക്കുകയും വേണ്ട. ഓക്കെ. പിന്നെ കുണുവാവ എന്നുള്ള ആ ഒരു സംഭവമൊന്നും റോക്കിക്ക് ചേരത്തില്ല. അത് സ്വന്തമായിട്ട് എന്നെ എടുത്തങ്ങ് വെച്ചാൽ മതി കുണുവാവ. ഓക്കെ. വീണ്ടും സിജോനോട് മാപ്പ് റോക്കി പറയില്ല. എവിടെ എനിക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ താൻ പറയണ്ട. എന്താ വിഷയം എന്താണ്? തൻ്റെ ഞാൻ ഇപ്പോഴും പറയുന്നത് താൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ തൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ താൻ ഷോർട്ട് ടെമ്പേർഡാണ്, പേഷ്യൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. ലൈക്ക് താങ്കളുടെ തെറ്റുകൾ താങ്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഒരു ഇതിലും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. യു ആർ സംതിങ് ബിഗ് എന്നുള്ളൊരു തോട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വൃത്തികേട് സിജോന്റെ അടുത്ത് കാണിക്കുകയും ആ ഒരു ചാനലിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ പരിപാടിക്ക് പോലും വിളിക്കാതെ ഇരുന്നിട്ടും അതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവാതെ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോക്കി നിങ്ങളൊരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരുടെ മുന്നിൽ. ഓക്കെ. അപ്പോൾ റോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിജോ മിണ്ടാണ്ടിരുന്നതല്ലേ, പുറത്തിറങ്ങിയിട്ട് പിന്നെയും തഗ്ഗും സ്വന്തം പൈസയ്ക്ക് മാലയും അതെന്തെങ്കിലും അവിടെ സ്വന്തം പൈസയ്ക്ക് ഇപ്പൊ മാലയും ക്രൗണും കോണം വാങ്ങിച്ചിട്ടാൽ പോലും അത് ആൾക്കാർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് വിളിച്ചു ചോദിക്കുക, ഒരു രീതിയിലുള്ളൊരു മാനസിക മര്യാദ കാണിക്കാതെ ചെയ്തിട്ട് സിജോന്റെ വാലിക്കണ കേട്ടിട്ട് എഗെയിൻ വന്നിട്ട് കുന്തത്തിന്റെ മേലെ ഇരുന്നിട്ട് ഞാൻ പറയില്ല, പിന്നെ കുണുവാവ എന്നുള്ള പേര് എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞ് ആ ഒരു അഡമന്റ് അവസ്ഥയില്ല, ആ ഒരു ഫ്രസ്ട്രേറ്റഡ്, ഹെവി ഫ്രസ്ട്രേറ്റഡ്, ഒന്നും ചെയ്യാനും പറ്റിയില്ല, ആറ്റുനോട്ട് ബീബിയിലും പോയി പിടിച്ച കൊമ്പില്ല ചവിട്ടിയ കൊമ്പില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയിട്ട് വന്നപ്പോൾ ഉള്ള താങ്കളുടെ ഒരു മെന്റൽ പ്രഷർ എനിക്ക് മനസ്സിലാവും. അപ്പൊ കുണുവാവ എന്നുള്ള പേര് എനിക്ക് ചേരില്ല എന്ന് പറയാതെ കുണുവാവ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇനിയെങ്കിലും നിങ്ങളൊന്ന് അടങ്ങ്. അപ്പൊ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അതിന്റെ മേലെ കയറുന്ന പരത്തി ലൈക്ക് ഒരു ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്ന പോലത്തെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിട്ടുകളഞ്ഞ കേസിന് ഞാൻ ഇപ്പോഴും പറയാണ്, സിജോ ഒരു കേസ് കൊടുത്താൽ നിങ്ങളില്ല മനുഷ്യ, നിങ്ങളുടെ കാര്യം കട്ട പുകയായിരിക്കും, കയറി ഇറങ്ങണ്ട. കാരണം ആ പയ്യന്റെ അവസ്ഥ വൻ ഷോകാണ്. അപ്പൊ അങ്ങേര് കേസ് കൊടുക്കാതെ ഈ വീഡിയോ കൂടെ ഒന്ന് മാന്തിയിട്ട് പോയല്ലോ എന്ന് ആലോചിച്ച് സമാധാനിക്ക് കേട്ടോ.